കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ലഭിക്കുന്ന ജനപ്രീതി വളരെ കൂടുതലാണ്. വേഗതയിൽ യാത്ര ചെയ്യാനും കൂടുതൽ സൗകര്യത്തോടെ ലക്ഷ്യസ്ഥാനത്തെത്താനും കഴിയുന്നതിനാൽ നിരവധി യാത്രക്കാരാണ് ഈ സർവീസ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വന്ദേ ഭാരത് സർവീസുകൾക്കായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് ആരംഭിക്കണമെന്ന ആവശ്യം. എന്നാൽ ഈ ആവശ്യത്തിന് ദൂരക്കുറവാണ് പ്രധാന തടസ്സമെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു. ഇതിനു പകരമായി ട്രെയിൻ ചെന്നൈ വരെ നീട്ടിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും യാത്രക്കാർ അഭിപ്രായപ്പെടുന്നു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 3 മണിക്കൂർ മാത്രം മതിയാകുന്ന യാത്രയാണ്. ഇത്രയും ചെറിയ ദൂരത്തിനായി മാത്രം വന്ദേ ഭാരത് സർവീസ് നടത്തിയാൽ ട്രെയിൻ ദിവസത്തിലെ വലിയൊരു സമയം തിരുവനന്തപുരത്ത് നിർത്തിയിടേണ്ടി വരുമെന്ന് റെയിൽവേ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ട്രെയിൻ മണിക്കൂറോളം ഉപയോഗിക്കാതെ നിർത്തിയിടുന്നത് സാമ്പത്തികമായും പ്രവർത്തനപരിതമായും നല്ല രീതിയല്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഈ റൂട്ടിൽ മാത്രം പുതിയ സർവീസ് തുടങ്ങുന്നതിൽ റെയിൽവേക്ക് മടിയുള്ളത്. എന്നാൽ യാത്രക്കാരുടെ സംഘടനകൾ മറ്റൊരു നിർദ്ദേശം പങ്കുവയ്ക്കുന്നുണ്ട്. എറണാകുളം തിരുവനന്തപുരം സർവീസ് മാത്രം നടത്താതെ അതിനെ തിരുവനന്തപുരം വഴി നാഗർകോവിൽ, മധുരൈ, തിരുച്ചിറപ്പള്ളി വഴി ചെന്നൈയിലേക്ക് നീട്ടാമെന്നാണ് അവരുടെ ആവശ്യം. ഇതിലൂടെ ട്രെയിൻ ദിവസം മുഴുവൻ പ്രയോജനകരമായി ഉപയോഗിക്കാനാകുമെന്നും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ലഭിക്കുമെന്നും അവർ പറയുന്നു. ഇന്ത്യയിലെ മറ്റ് റെയിൽവേ സോണുകളിൽ ഇത്തരത്തിലുള്ള മാതൃകകൾ ഇതിനകം തന്നെ നിലവിലുണ്ട്. ചെറിയ ദൂരത്തിൽ ആരംഭിക്കുന്ന വന്ദേ ഭാരത് സർവീസുകൾ പിന്നീട് ദീർഘദൂര സർവീസുകളായി തുടരുന്ന രീതിയാണ് പല സ്ഥലങ്ങളിലും നടപ്പാക്കിയിരുന്നത്. ആയതിനാൽ കേരളത്തിലും ഇതേ മാതൃക പിന്തുടർന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം. യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സമയക്രമവും ശ്രദ്ധേയമാണ്. രാവിലെ 7 മണിയോടെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ പുറപ്പെട്ടാൽ ഏകദേശം 10 മണിയോടെ തിരുവനന്തപുരത്തെത്താം. അവിടെ 1 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം രാവിലെ 11 മണിക്ക് വീണ്ടും യാത്ര ആരംഭിച്ച് നാഗർകോവിൽ, മധുരൈ, തിരുച്ചിറപ്പള്ളി വഴി വൈകിട്ട് 7 മണിയോടെ ചെന്നൈയിലെത്താൻ കഴിയും. ഈ രീതിയിൽ ട്രെയിൻ ദിവസം മുഴുവൻ യാത്രക്കാർക്ക് സേവനം നൽകാൻ സാധിക്കും. തിരിച്ചുള്ള സർവീസും ഇതേ രീതിയിൽ ക്രമീകരിക്കാമെന്നാണ് നിർദ്ദേശം. രാവിലെ 8 മണിയോടെ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 7 മണിയോടെ തിരുവനന്തപുരത്തെത്തുകയും അവിടെ നിന്ന് രാത്രി 10 മണിയോടെ എറണാകുളത്തെത്തുകയും ചെയ്യാം. ഇതോടെ കേരളത്തിനും തമിഴ്നാട്ടിനുമിടയിൽ വേഗതയേറിയ ഒരു പുതിയ യാത്രാ സൗകര്യം ലഭിക്കും. ഈ നിർദ്ദേശത്തിന് പിന്നിൽ ശക്തമായ യാത്രാ ആവശ്യകതയുമുണ്ട്. ചെന്നൈ, തിരുച്ചിറപ്പള്ളി, മധുരൈ, നാഗർകോവിൽ, കൊല്ലം റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന അനന്തപുരി എക്സ്പ്രസിൽ പല ദിവസങ്ങളിലും ടിക്കറ്റ് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അവധി ദിവസങ്ങളിലും ഉത്സവ കാലങ്ങളിലും മാത്രമല്ല, സാധാരണ ദിവസങ്ങളിലും സീറ്റുകൾ വളരെ വേഗം നിറയുന്ന അവസ്ഥയാണ്. ആയതിനാൽ ഈ റൂട്ടിൽ കൂടുതൽ യാത്രക്കാരുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്നാണ് യാത്രക്കാരുടെ സംഘടനകൾ പറയുന്നത്. കേരളത്തിൽ നിന്ന് പഠനം, ജോലി, ചികിത്സ, വ്യാപാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദിവസേന നിരവധി പേരാണ് തമിഴ്നാട്ടിലെ വിവിധ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഇരു സംസ്ഥാനങ്ങൾക്കിടയിൽ ശക്തമായ യാത്രാബന്ധമുണ്ടാക്കിയിട്ടും വേഗതയേറിയ സർവീസുകളുടെ എണ്ണം ഇപ്പോഴും പരിമിതമാണ്. പുതിയ വന്ദേ ഭാരത് സർവീസ് ഈ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിക്കും. ഇത്തരമൊരു സർവീസ് എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമല്ല, നാഗർകോവിൽ, മധുരൈ, തിരുച്ചിറപ്പള്ളി, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെ യാത്രക്കാർക്കും വലിയ ഗുണം ചെയ്യും. സമയം ലാഭിക്കാനും കൂടുതൽ സുഖകരമായ യാത്ര നടത്താനും ഇത് സഹായിക്കും. വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും ചികിത്സയ്ക്കായി യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന സർവീസ് ആയിരിക്കും ഇത്. റെയിൽവേയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാലും ട്രെയിൻ കൂടുതൽ സമയം ഓടുന്നതിനാൽ അതിന്റെ ഉപയോഗം വർദ്ധിക്കും. തിരുവനന്തപുരത്ത് നിന്ന് മണിക്കൂറോളം നിർത്തിയിടേണ്ട സാഹചര്യം ഒഴിവാക്കാനും വരുമാനം കൂട്ടാനും ഇതിലൂടെ സാധിക്കും. ഒരു ട്രെയിൻ കൂടുതൽ ദൂരം സർവീസ് നടത്തുമ്പോൾ കൂടുതൽ യാത്രക്കാർക്ക് സേവനം നൽകാനും കഴിയും. കേരളത്തിൽ വന്ദേ ഭാരത് സർവീസുകൾക്ക് ലഭിച്ച മികച്ച പ്രതികരണം കണക്കിലെടുക്കുമ്പോൾ പുതിയ റൂട്ടുകളെക്കുറിച്ച് റെയിൽവേ ഗൗരവമായി ആലോചിക്കേണ്ട സമയമാണിത്. യാത്രക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രായോഗികമായ തീരുമാനങ്ങൾ സ്വീകരിച്ചാൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കും. എറണാകുളം തിരുവനന്തപുരം സർവീസ് മാത്രം എന്നതിലുപരി അത് ചെന്നൈ വരെ നീട്ടുന്ന നിർദ്ദേശം ഈ സാഹചര്യത്തിൽ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് ആരംഭിക്കാനുള്ള പ്രധാന തടസ്സമായ റെയിൽവേ പറയുന്ന ദൂരക്കുറവാണ്. എന്നാൽ അതേ ട്രെയിൻ ചെന്നൈ വരെ നീട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റാനാകുമെന്നും പലരും വിശ്വസിക്കുന്നു. നിലവിലുള്ള യാത്രാ ആവശ്യകതയും മറ്റ് സംസ്ഥാനങ്ങളിലെ വിജയകരമായ മാതൃകകളും കണക്കിലെടുത്താൽ ഈ നിർദ്ദേശം പ്രായോഗികമാണെന്ന് പറയാം. യാത്രക്കാരുടെ സൗകര്യവും റെയിൽവേയുടെ പ്രവർത്തനക്ഷമതയും ഒരുപോലെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഈ നിർദ്ദേശത്തെ റെയിൽവേ ഗൗരവമായി പരിശോധിക്കുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.